എന്റെ ഭഗവതി, ചതിച്ചോ? എന്താ അമ്മേ? കോഴി ഇറച്ചി ഈ വീട്ടിൽ കയറ്റി പോരുന്നത് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലടാ. അമ്മക്ക് ഇഷ്ടമില്ലെങ്കിൽ കഴിക്കണ്ട. ആഹാ, എനിക്കിഷ്ടമല്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? നിന്റെ അപ്പൂപ്പൻ അച്യുതക്കുറുപ്പ് പടത്തലവൻ നാട് നീങ്ങിയിട്ടല്ലാതെ ഈ വീട്ടിൽ ഇനി കോഴി ഇറച്ചി കണ്ടുപോകരുത്. ഇവിടെ എന്നിറച്ചി വാങ്ങിച്ചിട്ടുണ്ടോ അന്നൊക്കെ കളവനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. അമ്മ ഇങ്ങനെ അന്ധവിശ്വാസിയായാലും എങ്ങനെയാ? 1-2 തവണ ഇറച്ചി മേടിച്ചപ്പോ അപ്പൂപ്പൻ വന്നിട്ടുണ്ട് എന്ന് കരുതി എപ്പോഴും വരണമെന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് പോയി 2 ആഴ്ചയല്ലേ ആയുള്ളൂ. മുഴുത്ത കഷം നോക്കിട്ടെ. ഓ, ഊണ് കഴിച്ചു കാണുമെന്ന് ഞാൻ ശങ്കിച്ചു. ഇല്ല, കൃത്യസമയത്തിന് തന്നെ എത്തി. തപ്പി. ഓഹോഹോ, എന്റെ ശ്രീപത്മനാഭ, എത്ര കൂട്ടം കറികളാ! ഇത് അറിഞ്ഞിരുന്നേ ഞാൻ വയറിളക്കിയച്ചും വരുമായിരുന്നല്ലോ. ആഹാ, കോഴിക്കറി ഉണ്ടോ? നീ എങ്ങനെ അറിഞ്ഞു ദേവയാനിയെ ഞാൻ ഇന്ന് വരുമെന്ന്? ഇതിനാ പറയുന്നത് മനപ്പൊരുത്തമെന്ന്.